ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ 3 സെക്ടർ ISLM മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ISLM മോഡലിനെ പറ്റി ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 3 സെക്ടർ ISLM മോഡൽ. നമുക്ക് ആദ്യം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡ്യൂസിങ് ഗവൺമെന്റ് ഇൻ ടു ദ ISLM ഫ്രെയിംവർക്ക്. അതായത് ISLM ഫ്രെയിംവർക്കിൽ ഗവൺമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് 3 സെക്ടർ ISLM മോഡൽ വരുന്നത്. അപ്പോൾ തേർഡ് സെക്ടർ എന്ന് പറയുന്നത്, മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പം എന്തായി 3 സെക്ടർ ISLM മോഡലായി. ഇത് ISLM മോഡൽ എന്തെന്ന് ചുരുക്കി പറയാം. ആ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ എല്ലാം വിശദമായിട്ടുണ്ട്. അവിടെ IS എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങും ആണ്. LM എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസും മണി സപ്ലൈയും ആണ്. ഓക്കെ, അതാണ് ഈ ISLM കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം എക്സ്പ്ലെയിൻസ് ഹൗ ദ ഗുഡ്സ് മാർക്കറ്റ്, അതായത് ഗുഡ്സ് മാർക്കറ്റിലാണ് IS കർവ് വരുന്നത് ആൻഡ് മണി മാർക്കറ്റിലാണ് LM കർവ് വരുന്നത്. ഈ രണ്ട് കർവുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ടു ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ഔട്ട്പുട്ട്. ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ആണ് ഈ മോഡൽ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഗവൺമെന്റിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ദ 3 സെക്ടർ ISLM മോഡൽ എക്സ്റ്റെൻഡ്സ് ദ ബേസിക് ISLM മോഡൽ ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഗവൺമെന്റ് സെക്ടർ. അതായത് ബേസിക് ISLM മോഡൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഗവൺമെന്റ് സെക്ടർ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മേക്കിംഗ് ഇറ്റ് മോർ റിയലിസ്റ്റിക്. എന്തിനു വേണ്ടിയാണ്? ഇത് കൂടുതൽ റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ടാണ്. ഫോർ മാക്രോ എക്കണോമിക് പോളിസി അനലൈസിസ്. അതായത് ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് മാക്രോ എക്കണോമിക് പോളിസി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോഡൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ഡയഗ്രാംസ് നോക്കാം. ഇതിൽ ആദ്യത്തെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 3 ഡയഗ്രാം ഇതിൽ ഇതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ IS കർവ് ആണ്. IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ്. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടപ്പോഴത്തേക്ക് IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ 3 ഡയഗ്രത്തിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഗവൺമെന്റ് സ്പെൻഡിങ്ങിനെ G എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ റൈറ്റ് വേർഡ് ആയിട്ട് ഈ IS കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്തിനൊക്കെ ബാധിക്കും? ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും, സേവിങ്ങിനെ ബാധിക്കും, ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിനെ ബാധിക്കും. ഓക്കെ, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാമാണ് ഈ 3 ഡയഗ്രത്തിലൂടെ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് പാനൽ A, അതായത് മുകളിലെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന ആ ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിക്കാം. അതായത് ഇവിടെ ഈ ഡയഗ്രം കാണിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. അത് I+G യുടെ ഇതിന്റെ ഫംഗ്ഷൻ ആണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ Y ആക്സിൽ ഇൻട്രസ്റ്റ് റേറ്റും X ആക്സിൽ I+G യുടെ ആ ഒരു ഇൻക്രീസും ആണ് കാണിക്കുന്നത്. ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ആ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനും ഗവൺമെന്റ് സ്പെൻഡിംഗ് ആണ്. I+G ആണ് ആ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉള്ള ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്? ഇൻട്രസ്റ്റ് റേറ്റിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. അപ്പൊ ആദ്യം പോയിന്റ് ഇനിഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് വെച്ചാൽ ഇയിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് R0 ആയിട്ടും ഗവൺമെന്റ് സ്പെൻഡിങ് G0, അതായത് I0+G0 ആയിട്ടും നമുക്ക് കാണാം. ഓക്കെ, അപ്പം വെൻ ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസസ്, അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് G0യിൽ നിന്ന് G1ലേക്ക് കൂടുമ്പോഴത്തേക്ക്, അതായത് I0+G0യിൽ നിന്ന് I0+G1ലേക്ക് കൂടുമ്പോഴത്തേക്ക് ഇക്വിലിബ്രിയം പോയിന്റ് അവിടെ നിന്ന് ഷിഫ്റ്റ് ആവുകയാണ്. ഇനിഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് ഇയിൽ നിന്ന് ഈ ഡാഷിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ഔട്ട്പുട്ട് എന്താണ് സംഭവിക്കുന്നത്? വേർ ഔട്ട്പുട്ട് ഈസ് ഹയർ അറ്റ് I0+G1. അപ്പൊ ഇവിടെ ഒരു ഹയർ ഔട്ട്പുട്ട്, നേരത്തെ I0+G0 ആയിരുന്നു, ഇപ്പോൾ ഒരു ഹയർ ഔട്ട്പുട്ട് ആയ I0+G1ലേക്ക് ഔട്ട്പുട്ട് കൂടിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് പാനൽ B നോക്കാം. ഈ പാനൽ B കാണിക്കുന്നത് സേവിംഗ് പ്ലസ് ടാക്സസ് ഫംഗ്ഷൻ ആണ്. S+T ആണ് ഇത് കാണിക്കുന്നത്. അതായത് ഇവിടെ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ഫംഗ്ഷൻ ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് സേവിങ്ങും ടാക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് വിത്ത് ഇൻകം. അതായത് ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സേവിങ്ങും ടാക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ഒരു ഇനിഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് Y0യിലായിരുന്നു. ഈ Y0യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ സേവിങ്ങും ടാക്സ് റവന്യൂവും മാച്ച്, ഇവിടെ ഇനിഷ്യൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനും ഗവൺമെന്റ് സ്പെൻഡിങ്ങിനും മാച്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുന്നത്. ഗവൺമെന്റ് സ്പെൻഡിങ് Y0യിൽ നിന്ന് Y1ലേക്ക് കൂടുമ്പോഴത്തേക്ക് ഈ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടേക്ക്? ഇയിൽ നിന്ന് ഈ ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഇത് ഒരു ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ ഈ പാനൽ ബിയിലെ ഡയഗ്രാം കാണിക്കുന്നത്. പാനൽ സിയിൽ കാണിക്കുന്നത് IS കർവിന്റെ ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പം IS കർവ് നമുക്കറിയാം ഇക്വിലിബ്രിയം ഇൻ ഗുഡ്സ് മാർക്കറ്റ് ആണ് IS കർവ് കാണിക്കുന്നത്. അപ്പം ഇനിഷ്യലി ഗവൺമെന്റ് സ്പെൻഡിങ് G0 ആയിരുന്നു. അപ്പോഴത്തേക്ക് IS കർവ് എന്ന് പറയുന്നത് IS0 ആണ്. ഈ സിറ്റുവേഷനിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് E ആണ്. അവിടെ Y0 R0 ആണ് അവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുന്നത്. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോഴത്തേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. അപ്പോഴത്തേക്ക് ഫേംസ് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു, ഔട്ട്പുട്ട് കൂടുന്നു, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? IS കർവ് റൈറ്റ് വേർഡ് ആയിട്ട്
IS1 ഷിഫ്റ്റ് ചെയ്യുന്നത്, IS0 നിന്ന് IS1 ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് പുതിയൊരു ഇക്വിലിബ്രിയം ഈ ഡാഷ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഒരു ഹയർ ഔട്ട്പുട്ട് ലെവലാണ്, Y1 എന്നുള്ള ഔട്ട്പുട്ട് ലെവലാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സാധ്യത ഉള്ളത്, ഒരു പോസിബിൾ ഇൻക്രീസ് ഉള്ളത്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് R0 നിന്ന് R1 കൂടാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഷിഫ്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ആണ്. അതാണ് ഈ ആ ഒരു ഇക്വേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡെൽറ്റ ജി ഇൻറ്റു 1/1 - B എന്നുള്ളത്. ഇവിടെ ബി എന്ന് പറയുന്നത് MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ ആണ് ഗവൺമെന്റ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോഴത്തേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയാണ്. അത് എന്തിലേക്ക് നയിക്കുന്നു? ഒരു ഔട്ട്പുട്ട്, ഹയർ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ഫിസ്ക്കൽ എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു ഫിസ്ക്കൽ എക്സ്പാൻഷൻ ഉണ്ടായി ഇൻട്രസ്റ്റ് റേറ്റ് കൂടി അത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത 3 ഡയഗ്രാംസ് നോക്കാം. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ IS കർവ് ആണ്. IS കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അതായത് ടാക്സ് കൂടുമ്പോഴത്തേക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഏതിനെയൊക്കെ ബാധിക്കുന്നു? സേവിങ്ങിനെ ബാധിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് ബാധിക്കുന്നു, ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിനെയൊക്കെ ബാധിക്കുന്നു. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് പാനൽ എയിലെ ഡയഗ്രാം നോക്കാം. ഈ പാനൽ എയിൽ കാണിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, അതായത് I+G ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ആണ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് I+G ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ I+G എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട്, E എന്നുള്ള ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ്, അതായത് I+G എന്ന് പറയുന്നത് I0 + G0 ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത് X ആക്സിൽ. ഓക്കെ, ഏത് ഇൻട്രസ്റ്റ് റേറ്റിൽ? R0 എന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ. ഇനി നമുക്ക് പാനൽ ബിയിലെ കാര്യം നോക്കാം. ഈ പാനൽ ബിയിൽ കാണിക്കുന്നത് സേവിങ്സ് പ്ലസ് ടാക്സ് ആണ്, അതായത് S+T ആണ് പാനൽ ബിയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഇൻകം Y ആണ് വരുന്നത്. ഇവിടെ ഇനിഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് Y0 ആയിരുന്നു. അപ്പൊ ഈ Y0യുടെ പ്രത്യേകത വെച്ചാൽ ഒറിജിനൽ ടാക്സ് ലെവൽ T0 ആണ്. ഇത് ഈ T0 ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഇത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് സേവിങ് ആൻഡ് ടാക്സേഷൻ ആണ് ഈ T0 ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ടാക്സ് T0 നിന്ന് T1 കൂടുമ്പോഴത്തേക്ക്, ടാക്സ് കൂടുമ്പോഴത്തേക്ക് ആൾക്കാരുടെ കയ്യിലുള്ള ഡിസ്പോസബിൾ ഇൻകം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്പോസബിൾ ഇൻകം കുറയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് സേവിങ് കുറയുന്നു. അത് മാത്രമല്ല ഇവിടുത്തെ ഫംഗ്ഷന് ലെഫ്റ്റ് വേർഡ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റും സംഭവിക്കുന്നു. അപ്പോഴത്തേക്ക് പുതിയ ഇക്വിലിബ്രിയം E' ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവിടെ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഇൻകം ലെവൽ എന്ന് പറയുന്നത് Y1 ആണ്. അപ്പൊ നേരത്തെ Y0 ആയിരുന്നു, ഇപ്പൊ ഇൻകം ലെവൽ കുറഞ്ഞ് Y1 എത്തി. ഇനി നമുക്ക് പാനൽ സി പരിശോധിക്കാം. ഇവിടെ IS കർവിന്റെ ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഗുഡ്സ് മാർക്കറ്റിലാണ് IS കർവ് വരുന്നത്. ആദ്യം ടാക്സ് ലെവൽ T0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ IS കർവ് IS0 ആയിരുന്നു. ഓക്കെ, അപ്പൊ ടാക്സ് T0 ആണ് വരുന്നത്. ഇവിടെ ഇക്വിലിബ്രിയം ഏതായിരുന്നു? E ആയിരുന്നു ഇക്വിലിബ്രിയം. അവിടെ Y0 R0 ഇങ്ങനെയായിരുന്നു ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ടാക്സ് കൂടുമ്പോഴത്തേക്ക് ഡിസ്പോസബിൾ ഇൻകം കുറയുന്നു, ആൾക്കാരുടെ കയ്യിലുള്ള ഡിസ്പോസബിൾ ഇൻകം കുറയുന്നു. അപ്പോൾ ഇവിടെ കൺസംഷൻ കുറയുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് IS കർവ് എന്ത് ചെയ്യുന്നു? ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. IS1 എന്നുള്ള I0 നിന്ന് IS1 ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു പുതിയ ഇക്വിലിബ്രിയം ഉണ്ടാവുകയാണ്, E' എന്നുള്ള ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവുകയാണ്. അവിടെ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലെവൽ നേരത്തെക്കാട്ടിലും കുറവാണ്. നേരത്തെ ഔട്ട്പുട്ട് ലെവൽ Y0 ഉണ്ടായിരുന്നത് ഇപ്പൊ ഷിഫ്റ്റ് ആയപ്പോഴത്തേക്ക് Y1 ഔട്ട്പുട്ട് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്, R0 തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷിഫ്റ്റിന് നേരത്തെ പറഞ്ഞ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ട്. ഇതിന്റെ ഒരു ഷിഫ്റ്റിന്റെ ഒരു മാഗ്നിറ്റ്യൂഡിന് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് ടാക്സ് മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഡെൽറ്റ T ഇൻറ്റു -B ഡിവൈഡഡ് ബൈ 1 - B. ഇതാണ് ആ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇവിടെയും B സൂചിപ്പിക്കുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് MPC ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഈ 3 പാനലിലും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ടാക്സ് കൂടുമ്പോഴത്തേക്ക് എന്ത് കുറയുന്നു? ഡിസ്പോസബിൾ ഇൻകം കുറയുകയും ലോവർ കൺസംഷൻ, അതായത് ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരികയും അവർ ഉപഭോഗം, അതായത് കൺസംഷൻ കുറയ്ക്കുകയും അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് എന്തിനെ ഷിഫ്റ്റ് ചെയ്യുന്നു? IS കർവിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫിസ്ക്കൽ പോളിസി എക്കണോമിക് ഔട്ട്പുട്ടിനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇതിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദ ത്രീ സെക്ടർ ISLM മോഡൽ റിയലിസ്റ്റിക്കലി ഇൻക്ലൂഡ്സ് ദ ഗവൺമെന്റ് ഇൻ മാക്രോ എക്കണോമിക് അനാലിസിസ്. അതായത് മാക്രോ എക്കണോമിക് അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂടുതൽ റിയലിസ്റ്റിക് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റിനെ ഈ ISLM മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇന്ററാക്ഷൻസ്. അതായത് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇന്ററാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് കാണിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഫിസ്ക്കൽ എക്സ്പാൻഷൻ മേ റെഡ്യൂസ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഫിസ്ക്കൽ എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്ക് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റിനെ കുറയ്ക്കുന്നു. ഇതാണ് എന്ന് പറയുന്നത് ക്രൗഡിംഗ് ഔട്ട് എഫക്ട് എന്ന് പറയുന്നത്. ഇഫ് മോണിറ്ററി പോളിസി ഈസ് നോട്ട് സപ്പോർട്ടീവ്, എന്തല്ലെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് മോണിറ്ററി പോളിസി സപ്പോർട്ടീവ് അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.